അതാ വീണ്ടും ഒരു ബ്രേക്കിംഗ് വരുന്നു. വീണ്ടും ബ്രേക്കിംഗ് വാർത്ത. ഇന്നത്തെ ബ്രേക്കിംഗ് നമ്പർ 2. നമുക്കൊപ്പം റോഷിപാലാണുള്ളത്. റോഷിപാൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ബ്രേക്കിംഗ് നമ്പർ 2. ഇന്നെന്താണ് പ്രധാനപ്പെട്ട മറ്റൊരു ബ്രേക്കിംഗ്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി. കേരളത്തിലും പ്രധാനപ്പെട്ട 2016 വട്ടിയൂർക്കാവിലും തനിക്ക് ജമാഅത്തയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്, 2019 ജമാഅത്തയുടെ പിന്തുണ തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നതാണ് അന്ന് കെ മുരളീധരൻ പറഞ്ഞത്. ഇതിനെയാണ് വി ഡി സതീശൻ എതിർത്തത്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചത് റോഷിപാൽ? അരുൺകുമാർ, ഒന്ന്, UDFന് പരസ്യമായ ഒരു പിന്തുണ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയോ പ്രഖ്യാപിക്കാത്ത സമയത്ത് പോലും കെ മുരളീധരന് അങ്ങനെ ഒരു പിന്തുണ വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ ലഭിച്ചു എന്ന വെളിപ്പെടുത്തൽ, ആ വെളിപ്പെടുത്തലാണ് വിവാദമാകുന്നത്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം കെ മുരളീധരൻ ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ അവിടെ പാർട്ടി പ്രതിസന്ധിയിലാവുകയാണ്. കാരണം എതിരാളികൾ, പ്രത്യേകിച്ച് CPIM നിരന്തരം ജമാഅത്ത് ഇസ്ലാമിയും UDFുമായുള്ള ബന്ധം ഉറപ്പിച്ചു പറയുന്നു, അത് ആരോപണമായി ഉയർത്തുന്നു. ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്ന രീതിയിൽ ആക്ഷേപങ്ങൾ നിരന്തരം ഉയർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അനാവശ്യമായ ഒരു പ്രസ്താവന കെ മുരളീധരൻ നടത്തിയെന്നാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ വിലയിരുത്തൽ. മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ചു കാലമായി കെ മുരളീധരൻ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസ്താവനകൾ നിരന്തരം ഉയർത്തുന്നു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ആ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 14ഓളം പ്രസ്താവനകൾ കെ മുരളീധരൻ നടത്തിയത് അതൊക്കെ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് എന്ന വിലയിരുത്തൽ നേതാക്കൾക്കുണ്ട്. ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്ന ചോദ്യവും നേതാക്കൾ ഉയർത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത്തരമൊരു ചർച്ചകൾ നടക്കുന്ന സമയത്തല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ തനിക്ക് നേരത്തെ വട്ടിയൂർക്കാവിൽ പിന്നീട് നേമത്തടക്കം ലഭിച്ചു എന്ന വെളിപ്പെടുത്തൽ മുരളീധരൻ നടത്തുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ തുടക്കമിടുന്നത് എന്ന ചോദ്യവും നേതൃത്വം ഉയർത്തുന്നു. പ്രത്യേകിച്ച് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇങ്ങനെ ഒരു ആക്ഷേപം CPM ഉയർത്തി. അതിനുശേഷം പിന്നീട് നിരന്തരം UDFിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം ഉയർത്തുന്ന ഒരു ആരോപണങ്ങളിൽ ഒന്നാണ് ഈ ജമാഅത്ത് ഇസ്ലാമി UDF കൂട്ടുകെട്ട് എന്ന്. അങ്ങനെ ഒരു ആരോപണം LDF ഉയർത്തുമ്പോൾ അവർക്ക് അനുകൂലമായ ഒരു ചർച്ചയ്ക്കുള്ള ഒരു സാഹചര്യം കെ മുരളീധരൻ്റെ പ്രസ്താവനയോട് ഒരുങ്ങുന്നു എന്ന വിമർശനമാണ് നേതാക്കൾ ഏതായാലും ഉന്നയിക്കുന്നത്. ഏതായാലും അടുത്ത KPCC യോഗത്തിലും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും അടക്കം മുരളീധരനെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനമായി വരിക നേതൃത്വത്തെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്ന പരസ്യ പ്രസ്താവനകൾ വരുന്നു. മുരളീധരൻ സ്വയം നിയന്ത്രിക്കണമെന്ന അഭിപ്രായമാണ് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത്. അരുൺകുമാർ, എന്തായാലും ആ വിഷയത്തിൽ ചില മുതിർന്ന നേതാക്കളുമായിട്ട് റോഷിപാൽ സംസാരിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം UDF ആ അർത്ഥത്തിൽ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലും ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെന്നാണ് നേതാക്കൾ പറയുന്നത്. എന്തായാലും കെ മുരളീധരൻ സ്വയം നിയന്ത്രിക്കണം എന്നൊരു വിഭാഗം നേതാക്കൾക്ക് അഭിപ്രായമുണ്ട് എന്നാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ പറയാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്.